2018 ആണ്. 18 GX മാനുവൽ. GX മാനുവൽ സെയിം നമ്മൾ ഫസ്റ്റ് കണ്ടത് 18 ആയിരുന്നു അല്ലേ? GX മാനുവൽ ആണ്. അതേപോലെ 90,000 ഡ്രിവൺ. 90,000 അതും 90 അടിക്കാൻ പോവായിരുന്നു. തപ്പുന്നവരുണ്ടെങ്കിൽ എടുക്കാം. എങ്ങോട്ടെങ്കിലും NOC എടുത്തോ നിലവിൽ? ഇല്ല NOC ഒന്നും എടുത്തില്ല. ഓക്കെ, നിങ്ങളുടെ RTO NOC കിട്ടുമോ? ഏതാണോ നിങ്ങൾ RTO അവർക്ക് കൊടുക്കാം. കിലോമീറ്റർ ഓടിയ ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. അവിടെ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ സെക്കൻഡ് സിംഗിൾ ഓണർ വെഹിക്കിൾ. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. ഒരു ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഫുൾ ഹിസ്റ്ററി എടുത്തു കൊടുക്കാലോ. ഫുൾ ഹിസ്റ്ററി പക്ക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഈ 4 ക്രിസ്റ്റകളാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് തരാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്റ്റകൾ നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും ക്രിസ്റ്റകൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം തന്നെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. 4 അടിപൊളി വണ്ടികൾ ക്രിസ്റ്റകളാണ്. അപ്പോൾ വന്നിരിക്കുന്നത് ഓട്ടോമാർക്ക് പാവങ്ങാടാണ്. നമ്മളിവിടെ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഷോറൂമിലല്ല, ഷോറൂമായിട്ട് ഇപ്പോൾ സെറ്റപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇവർ മെയിൻ ബേസ്ഡ് ഡൽഹി തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാം. നമുക്ക് 2 പേരെ സ്വാഗതം ചെയ്യാം. വന്നോളൂ. ഷംസുദ്ദീൻ ഭായ്. ഹായ്. ലിഷാം ഭായ്. ഹായ്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോന്റെ എഫക്ട്? എങ്ങനെയുണ്ട് കഴിഞ്ഞ വീഡിയോന്റെ? സി ക്ലാസ് രണ്ടാമത് ക്യാംറി ഹൈബ്രിഡ് ക്യാംറി സി ക്ലാസ്. അതെ, വരുന്നത് ഇന്നോവ റേഞ്ച് റോവർ സി ക്ലാസ്. അതിന്റെ 2ാം ദിവസം തന്നെ ടോക്കണായി പോയി. ക്യാംറി അതുപോലെ തന്നെ ക്യാംറിക്ക് എനിക്ക് പേഴ്സണൽ ആയിട്ട് കുറെ വിളി വന്നിട്ട് ഞാൻ ക്യാംറി അതുപോലെ തന്നെ ഫസ്റ്റ് കോൾ തന്നെ നമുക്ക് ഡീലായി. ക്ലാസ് ആണ് ഫസ്റ്റ് നമുക്ക്. എങ്ങനെ സി ക്ലാസ് ആണ് നമുക്ക് ഫസ്റ്റ് പെട്ടെന്ന് പോയത്. അത് പെട്ടെന്ന് അത്ര നമ്മളെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരാള് കൊണ്ടുപോയി ഇവിടെ തന്നെ. പക്ഷെ അയാൾ വീഡിയോയിലൂടെയാണ് അറിഞ്ഞത്. അതേപോലെ തന്നെ ഇന്ന് ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണ് നമ്മളെ ക്യാമറി ഡെലിവറി ദിവസം. അടിപൊളി. അപ്പൊ ക്യാമറി ഡെലിവറി കൊടുത്ത് വന്ന് നിൽക്കാണ്. ഈ 4 വണ്ടികൾ ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോർമലി കൊടുക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെയുള്ള ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. ഓക്കെ, ഇപ്പൊ NOC-ന്റെ ഇഷ്യൂ നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എവിടെയൊക്കെ? അത് നോയിഡയും ഗാസിയാബാദും. ഇപ്പൊ 10 വർഷം കഴിഞ്ഞിട്ടുള്ള വണ്ടികൾക്ക് NOC കിട്ടും. ഡൽഹി പോലെ തന്നെ അതുപോലെ തന്നെ ഡൽഹി പോലെ തന്നെ ആ 2 നോയിഡ ഗാസിയാബാദ് അല്ലേ? 2 UP അല്ലേ വരുന്നത്? 2 UP അല്ലേ വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോ അവിടെ പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ വണ്ടികളുണ്ടോ? അതിലില്ല. അപ്പൊ എടുക്കുന്നവര് ശ്രദ്ധിക്കുക. അവിടെ പോയിട്ട് എടുക്കുന്നവര് 10 വർഷം മുമ്പുള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും, NOC കിട്ടൂല. അവിടുത്തുള്ളവർ ചിലപ്പോൾ പറ്റിച്ചിട്ട് കൈ തരും, വണ്ടി വാങ്ങി പോരാന്ന് കണ്ട NOC കിട്ടൂല. ഇപ്പോഴേ പറയാണ്. കൂടുതലായിട്ട് സ്റ്റേറ്റിലേക്ക് അങ്ങോട്ട് ഒന്നും കൂടി കെയർഫുൾ ആവണം. അതെ, തീർച്ചയായും കെയർഫുൾ ആവണം. അതിനുവേണ്ടി പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ വേറെ ഏതൊക്കെ പ്രീമിയം വണ്ടി ഉണ്ടോ ഇപ്പൊ സ്റ്റോക്ക് കയ്യിൽ? അല്ല, ക്രിസ്റ്റ മാത്രമേ ഉള്ളൂ? ഇപ്പൊ ക്രിസ്റ്റ മാത്രമാണ്. ഇനിയിപ്പോ അങ്ങനെ ഇറക്കുന്നില്ല. ഭയങ്കര നീഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണല്ലോ. അപ്പം ക്രിസ്റ്റ ചെയ്യാതിരിക്കും. നല്ല പ്രൈസ് കൊടുക്കാൻ പറ്റുമോ? ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു പ്രൈസും ആ ലെവലിൽ എന്നാലും മാക്സിമം. അതെ, ഇതുവരെ ചെയ്ത അതേപോലെ തന്നെ. അപ്പൊ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് പാവങ്ങാടാണ്, കോഴിക്കോട്. ഇപ്പൊ ഷോറൂം പണി നടക്കുന്നുണ്ട് തോന്നുന്നു. അതെ, ഓഡി ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പണി നടക്കുന്നത്. നെക്സ്റ്റ് ലെവലിലേക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല കാര്യം. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നമ്മളെ വീഡിയോസ് കണ്ട് ഇവരുടെ അടുത്ത് വണ്ടികളെടുത്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിലേക്ക് പോവാം. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം അല്ലേ? ആദ്യം ഈ സിൽവർ ക്രിസ്റ്റയിൽ തുടങ്ങാം. ഡൽഹി രജിസ്ട്രേഷൻ വാഹനമാണിത്. ഏതാ മോഡൽ ബ്രോ? ഇത് 2018 ആണ്. GX മാനുവൽ ആണ്. മാനുവൽ ആണ് അല്ലേ? 2018 മോഡൽ GX മാനുവൽ. കിലോമീറ്റർ എത്രയായി? ഇതിപ്പോ 90 ടച്ച് ചെയ്യുന്നു. 89,700. 90,700 കടക്കാൻ പോവാണ്. സെഞ്ചുറി അടിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചപ്പെട്ട സെഞ്ചുറി ആക്കാൻ പറ്റും അല്ലേ? ഓക്കെ, ക്ലെയിമർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇതൊന്നുമില്ല. ഇത് ഫുൾ എല്ലാം പക്ക ഒറിജിനൽ സാധനമാണ് അല്ലേ? നോ റീപ്ലേസ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം ടയർ ഭാഗം ഉണ്ട് അല്ലേ? ടയറുണ്ട്. ഒരു 70% എന്തായാലും ഉണ്ട്. GX മാനുവൽ ആണ്. 2018. ഓക്കെ, രജിസ്ട്രേഷനിലല്ല 19? 2018 തന്നെ. ഓക്കെ, അപ്പോ പ്രൈസിങ് എങ്ങനെയാ? ഇത് 12.5 ലക്ഷം. NOC റേറ്റ്. ഓക്കെ, 12,50,000 NOC റേറ്റ് ആണ്. മാറണമെങ്കിൽ എത്ര കാണും? ഒരു 2 ചോടെ ഒരു 1.80, 85 ആ റേഞ്ചിൽ വരും. ഓക്കെ, 12,50,000 രൂപയ്ക്ക് 2018 GX മാനുവൽ 89,700 കിലോമീറ്റർ ഓടിയ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. അവിടെ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ സിംഗിൾ ഓണർ വെഹിക്കിൾ. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. ഒരു ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഫുൾ ഹിസ്റ്ററി എടുത്തു കൊടുക്കാലോ. ഫുൾ ഹിസ്റ്ററി
പക്ക ഹിസ്റ്ററി, ഇൻഷുറൻസ് ഹിസ്റ്ററി എടുക്കണം, അതേപോലെ തന്നെ ഷോറൂം ഹിസ്റ്ററി എടുക്കണം, രണ്ടും കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. 12.5 മാറണമെങ്കിൽ 2ന്റെ ഉള്ളിലായിട്ട് 1.80 ആ റേഞ്ചൊക്കെ ഏകദേശം കാണേണ്ടി വരും. വേറെ ഇപ്പൊ എടുത്ത വഴിക്ക് എന്തെങ്കിലും പണിയുണ്ടോ? കസ്റ്റമറിന് ഒന്നുമില്ലല്ലോ? എടുത്ത വഴിക്ക് ഇല്ല, ഫുൾ പണി പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ സർവീസ് ഒക്കെ പീരിയോഡിക്കലി ഡൺ ആണ്. ഓക്കെ. അപ്പൊ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് എടുത്തിട്ട് അടുത്ത സർവീസ് നോക്കിയാൽ മതി. പ്രൈസ് നമുക്ക് എന്തെങ്കിലും മാറ്റം ഒന്നും കൂടി ചെയ്ത് കൊടുത്തു. നമ്മൾ ക്രിസ്റ്റ കൊണ്ടുവരാൻ തന്നെ കാരണം വെച്ചാൽ ഇവിടെ അത്രയും ഫാമിലികൾ ആവശ്യപ്പെടുന്ന ഒരു വണ്ടിയാണ് ക്രിസ്റ്റ. അപ്പോ ആ ഒരു പ്രൈസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വളരെ ക്വാളിറ്റിയിൽ കൊടുക്കാം. അടുത്തത് വൈൻ റെഡ് ക്രിസ്റ്റയാണ്. കുറെ പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളറാണ് വൈൻ റെഡ് എന്ന് പറയുന്നത്. ഒരു അട്രാക്ഷൻ ആണ് ഈ കളർ ക്രിസ്റ്റയില്. ഇതും ഡൽഹി വണ്ടി തന്നെയാണ്. ഏതാ മോഡൽ ബ്രോ? ഇത് 2017 മോഡൽ അല്ലേ? 2017. ഏതാ? G4 ജി ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് അല്ലേ? 17 ഓട്ടോമാറ്റിക്. ഇതും ടയേഴ്സിന്റെ ഭാഗത്ത് കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട്. ഒരു 75% ടയർ ഉണ്ട്. അതേപോലെ 83,000 കിലോമീറ്റേഴ്സ് ഡൺ. 83,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി. ഉറപ്പിച്ച് പറയാം. ഉറപ്പിച്ച് പറയുന്നതേ ഇങ്ങോട്ട് എത്തുള്ളൂ, ഇവിടെ ആരും കാണുള്ളൂ. ഉറപ്പില്ലാത്ത ഇങ്ങോട്ട് എത്തുള്ളൂ. പുറത്ത് വേറെ കൊടുക്കും. അല്ല, പുറത്ത് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ആവശ്യം അങ്ങനെയുള്ള ഡീലർമാർ വരുന്നുണ്ടല്ലോ ആണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു മീറ്റർ ബാക്ക് പരിപാടി അങ്ങനത്തെ മീറ്റർ ബാക്ക് അല്ല, ഐ മീൻ പിന്നെ നമുക്ക് കൂടിയ അതായത് അഷ്വർഡ് ആയിട്ടുള്ള വണ്ടി മാത്രം ഇവിടെ 1.5 ലക്ഷം കൂടി അഷ്വർഡ് ആയിട്ടുള്ള വണ്ടി എടുത്തു കൊടുക്കാം. സുഖമായിട്ട് എടുത്തു. അത് നമ്മളുണ്ട്. അതേ വെച്ചത്. ഓക്കെ. അപ്പൊ ഇത് എന്തായാലും ആ ഒരു വർഷം സംബന്ധിച്ച് ഒരു നോർമൽ ഓട്ടോ പോയിട്ടുള്ളൂ, വലിയ ഓട്ടോ കൂടുതലില്ല. പിന്നെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ വണ്ടിയില്? ക്ലെയിം അത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് മാറി. വേറെ അടിപിടി ഒന്നുമില്ലല്ലോ? ഒന്നും പ്രശ്നമൊന്നുമില്ല. ഓക്കെ. 17 മോഡൽ ഓട്ടോമാറ്റിക്, ജി ഓട്ടോമാറ്റിക്. അപ്പൊ ഒരു ഓട്ടോമാറ്റിക് ക്രിസ്റ്റ തപ്പുന്നവരുണ്ടെങ്കിൽ എടുക്കാം. എങ്ങോട്ടെങ്കിലും NOC എടുത്തോ നിലവിൽ? ഇല്ല, NOC എടുത്തില്ല. ഓക്കെ. നിങ്ങളുടെ RTO NOC കിട്ടുമോ? ഏതാണോ നിങ്ങൾ RTO അവർക്ക് കൊടുക്കാം. എത്ര ഇപ്പോ പ്രൈസ് എങ്ങനെ? 13,90,000. 13,90,000. 13,90,000 NOC. ഓട്ടോമാറ്റിക് 2.5 ലക്ഷം കണ്ടു വരും. മാറാൻ ഏകദേശം ഒരു 2.25 ലക്ഷം അല്ല? 2 ലക്ഷം ഏകദേശം. 2.10 ആ ലെവലിൽ കണ്ടു. ഓക്കെ. ഏകദേശം അത്രയും കാണാം. 17 ജി ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. മാറിയതിന് ശേഷമല്ലേ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾ? അല്ല, ഇപ്പൊ ഒന്നും കൂടി ലോണൊക്കെ ഫീസിബിൾ ആയിട്ടുണ്ട്, നമുക്ക് കിട്ടാൻ എളുപ്പമായിട്ടുണ്ട്. അപ്പൊ അതായത് ലോൺ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം, എന്നിട്ട് NOC എടുത്ത് മാറിയിട്ട് പെട്ടെന്ന് തന്നെ ഡീല് ക്ലോസ് ചെയ്യാം. അങ്ങനെ ഒരു പല ബാങ്കുകളും അങ്ങനെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. വില നോക്കി അഡ്ജസ്റ്റ് ആക്കാറല്ലേ? വില നമുക്ക് നെഗോഷിയേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ താല്പര്യം വിളിച്ചോ. വലിയൊരു ഓട്ടോ പോയിട്ടില്ല, ഒരു ഓട്ടോമാറ്റിക് നല്ലൊരു ക്രിസ്റ്റ, പ്രത്യേകിച്ച് ഈ കളർ വൈൻ റെഡ് തപ്പുന്നവരുണ്ടെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ കാർ. വീണ്ടും സിൽവർ ക്രിസ്റ്റ തന്നെയാണ്. ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2018 ആണ്. 18 GX മാനുവൽ. സെയിം നമ്മൾ ഫസ്റ്റ് കണ്ടത് 18 ആയിരുന്നു അല്ലേ? GX മാനുവൽ ആണ്. അതേപോലെ 90,000 ഡ്രിവൺ. 90,000. അതും 90 അടിക്കാൻ പോവായിരുന്നു. 91. അത് ഇപ്പൊ റീസെന്റ് നമ്മളിവിടെ കാലിക്കറ്റ് എത്തി, അവിടുന്ന് ഷോറൂമിൽ നിന്ന് സർവീസ് കഴിഞ്ഞു. ഇനി എടുക്കുന്ന ആൾക്കാരൊന്നും ചിന്തിക്കാനില്ല. ഫുൾ സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. അതും നോ സിംഗിൾ പാർട്ട് റീപ്ലേസ് ഇല്ല. ഇതും ടയർ ഭാഗമൊക്കെ ഓക്കെയാണ്. ടയർ പക്കാണ്. വേറെ എടുത്തു കഴിഞ്ഞാൽ പണിയൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇല്ല, എല്ലാം ചെയ്ത് കഴിഞ്ഞതാ. ഓക്കെ. അപ്പൊ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ക്രിസ്റ്റ 18 മോഡൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ ആണ്. അപ്പം അവിടെ സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ. നേരത്തെ നമ്മൾ കണ്ട വൈൻ റെഡ് ചോദിക്കാൻ വിട്ടുപോയി. നേരത്തെ കണ്ട വൈൻ റെഡ് സിംഗിൾ ഓണർ, എല്ലാം സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ ഇതുവരെ കണ്ടാലും 1 ലക്ഷത്തിന്റെ താഴെ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോ പ്രൈസിങ് എങ്ങനെയാ? സെയിം. ഇത് സെയിം 12.5. സെയിം റേറ്റ് തന്നെ. 12,50,000. മാറണമെങ്കിൽ ഒരു NOC 12.5. ഒരു മാറണമെങ്കിൽ ഒരു അബൌട്ട് 2 lakh. ഓക്കെ. മഴ വന്നു. അപ്പോ നല്ല മഴയത്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അടുത്ത വണ്ടിയിൽ ഇത് നമ്മുടെ ലാസ്റ്റ് ക്രിസ്റ്റ വൈറ്റ് ആണ് അല്ലേ? 2 സിൽവർ, ഒരു വൈൻ റെഡ്, ഒരു വൈറ്റ്. എന്നോട് 3 വണ്ടിയാ പറഞ്ഞല്ലേ വീഡിയോ ചെയ്യുമ്പോൾ? ആണ്, പക്ഷേ ഇത് ഇന്നലെ എത്തി. അപ്പൊ ഇന്നേതായാലും നമ്മൾ വീഡിയോ ചെയ്യാണല്ലോ, അപ്പോൾ ഇതെല്ലാം കൂടെ വെക്കാന്ന് വിചാരിച്ചു. ഓക്കെ. കാരണം ഒന്നും ഹൈഡ് ചെയ്യാനൊന്നുമില്ല, അപ്പം പിന്നെ അങ്ങനെ വെച്ചിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാമല്ലോ. ഏതാ മോഡൽ? ഏതാ ഇത്? ഇത് 2017 ഓട്ടോമാറ്റിക് ആണ്.
ഏറ്റവും ടോപ്പിന്റെ വാഹനം സെഡ് ഓട്ടോമാറ്റിക് 17 വണ്ടി. അതെ അതെ, കാരണം എന്താ വെച്ചാൽ ഈ ഗൾഫിലൊക്കെ സ്ഥിരം ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇവിടെ ഇപ്പൊ ഈ ക്രിസ്റ്റ എന്നുള്ളത് ഒരു ഫാമിലിക്കുള്ള ഒരു രണ്ടാമത്തെ ഒരു കാറ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു യാത്രക്കും ഫാമിലി ടുഗദർ ആയിട്ട് പോകാനുള്ള ഒരുമിച്ച് പോവാം. അതെ, ആ ഒരു റേഞ്ചാണ് വരുന്നുള്ളൂ. യാത്രാ സുഖം, കംഫർട്ട്, അതെ എല്ലാവർക്കും ഉപയോഗിക്കാം. ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡ്രൈവർ വെച്ച് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ ഭയങ്കര. അതും വൈറ്റ് കളറുമാണ്. അപ്പോൾ കുറച്ച് ടച്ചിങ് വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ചെയ്യാൻ? എന്തെങ്കിലും വർക്ക് ചെറുങ്ങനെ ഒരു ടച്ച് വർക്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടല്ലേ കൊടുക്കും? ബാക്കിയുള്ള വണ്ടി പോലെ തന്നെ എല്ലാം ക്ലിയർ ആക്കിയിട്ടല്ലേ കൊടുക്കും? ഓക്കെ, 17 മോഡൽ സെഡ് ഓട്ടോമാറ്റിക് 1,70,000. 170 ഓടി. നേരത്തെ കണ്ടല്ല 1 lakhന്റെ താഴെയായിരുന്നു, ഇത് 170 ഓടിയിട്ടുണ്ട്. പക്ഷേ ഓട്ടം മെയിൻറ്റൈൻഡ് ആണ്, മെയിൻറ്റൈൻഡ് ആയിട്ട് വന്ന 10 കറക്റ്റ് സർവീസ് പോയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ആണ്. അവിടെ ഓണർഷിപ്പ് സിംഗിൾ തന്നെ? ഇപ്പോൾ ഓണർഷിപ്പ് സിംഗിൾ ആണ്, സിംഗിൾ ഓണർ തന്നെ കിടക്കാണ്. വേറെ ഒന്നും ഇപ്പോൾ വർക്കൊന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. അങ്ങനെ മെക്കാനിക്കൽ ഇല്ല, നമ്മൾ ഒന്ന് നീറ്റ് ആക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യും എന്തായാലും. ഒന്ന് റീഫർബ് മാത്രം, വേറെ ഒന്നുമില്ല, മെക്കാനിക്കൽ പണി. അതെ, ലൈറ്റ് ആയിട്ടുള്ള റീഫർബ്. എല്ലാം നിങ്ങൾ സർവീസ് ചെയ്തിട്ടുള്ള കൊടുക്കുമ്പോഴെല്ലാം എല്ലാ വണ്ടിക്കും സർവീസ്ഡ് ആണ്. അധികം ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ സർവീസ്ഡ് വെഹിക്കിൾസ് ആണ്. ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം റീസെന്റ് സർവീസ് ആയിട്ട് ചെയ്യും. ഇപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ക്രിസ്റ്റ അതൊക്കെ ചുങ്കം അമാനെന്ന് ചെയ്തതാണ്, വെസ്റ്റിൽ ചുങ്കം. നമ്മുടെ കമ്പനിയായിട്ട് നിയറസ്റ്റ് ആണ്. അപ്പോൾ വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, പ്രൈസിങ് എങ്ങനെയാണ്? 15.5 ലക്ഷം രൂപ. 15.5 ലക്ഷം NOC പ്രൈസ് അല്ലേ? 15,50,000. സെറ്റ് ഓട്ടോമാറ്റിക് ആണ്, 2017 സെറ്റ് ഓട്ടോമാറ്റിക്. ഒരു 2.5 താഴെയായിട്ട് സെറ്റ് ഓട്ടോമാറ്റിക് 17 ആണല്ലോ, 2017 സെഡ് ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. പിന്നെ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. 4 വണ്ടി എന്നുള്ളൂ. അപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ പോലെ 4 ക്രിസ്റ്റ വെച്ച് നമ്മൾ ചെയ്തതാണ്. കളക്ഷൻ ഓഫ് സം ക്രിസ്റ്റ. അത് അത്രേ ഉള്ളൂ. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ഇവരുടെ വീഡിയോ കണ്ടിട്ട് മുന്നേ വാഹനങ്ങൾ എടുത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമന്റിലേക്ക് പോകും. കാണുന്നവർക്ക് ഇവരെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടി എങ്ങനെയുണ്ട് അഭിപ്രായം, ഇവരുടെ സർവീസ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ദയവായിട്ടൊന്ന് കമന്റ്സിൽ. അത് നിങ്ങളാണല്ലോ പറയേണ്ടത്. അവരാ പറയുന്നത്, നിങ്ങൾ പറഞ്ഞ കാര്യം. അതെ, നമ്മളെ പറ്റി പറഞ്ഞു. അല്ല, അങ്ങനെയല്ല, നമുക്കറിയാം അങ്ങനെ പറയുന്ന ആൾക്കാർ, നമ്മൾ കോൺഫിഡൻ്റ് ആണ്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും കമന്റ്സിലേക്ക് വാ. അതേപോലെ ജിതിൻ ബ്രോന്റെ ചാനൽ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യുക, കാരണം അത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടാണ് അവർ നമ്മുടെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.